TJP പ്രക്ഷോഭകർക്കെതിരായ നികൃഷ്ട പരാമർശത്തിൽ RSS സഹയാത്രികൻ TG മോഹൻദാസിനെ വൈദ്യപരിശോധനയ്ക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ഉടൻ കോടതിയിൽ ഹാജരാക്കും. പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ചോദ്യത്തോട് മോഹൻദാസ് പ്രതികരിച്ചില്ല. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ്. ചന്തു, ഇന്ന് അതിരാവിലെയാണ് TG മോഹൻദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ പ്രതികരിക്കാതെയാണ് TG മോഹൻദാസ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നും പോകുന്നുള്ളത്. ലിനിഷ, TG മോഹൻദാസിനെ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധനാ നടപടികൾ ഇപ്പോൾ നടക്കുകയാണ്. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം ഓഫീസിൽ നിന്നാണ് അദ്ദേഹത്തെ ഈ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഈ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്താണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയത്. അതായത് ഡൽഹി സമരത്തിൽ ആദ്യം പറഞ്ഞ അതേ നിലപാടിൽ ആ വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. പ്രതികരിക്കാതെ അകത്തേക്ക് പോകുകയായിരുന്നു. ഇപ്പോൾ ഈ പോലീസിന്റെ അകമ്പടിയോട് കൂടി തന്നെ വൈദ്യപരിശോധനാ നടപടികൾ പൂർത്തിയാകുന്നു. ഈ നടപടികൾ പൂർത്തിയായതിനു ശേഷം ഇവിടെ നിന്നും വഞ്ചിയൂർ CJM കോടതിയിലേക്ക് എത്തിക്കും. പ്രധാനമായും TG മോഹൻദാസിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ കലാപ ആഹ്വാനം വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രായവും ആരോഗ്യവും ഒക്കെ പരിഗണിച്ച് ഒരുപക്ഷെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. മുൻ കാലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഇതിന് സമാനമായ പല കേസുകളും വന്നപ്പോഴൊക്കെ ജാമ്യം ലഭിച്ച അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും പ്രോസിക്യൂഷൻ പോലീസ് പ്രധാനമായും ഈ ജാമ്യം അനുവദിക്കരുത് എന്ന ആവശ്യത്തിലായിരിക്കും ഉറച്ചു നിൽക്കുക. കാരണം ഇദ്ദേഹത്തിൽ നിന്നും ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും സമാനമായി അത്രത്തോളം വിദ്വേഷം പരത്തുന്നത് അല്ലെങ്കിൽ കൂടി സമാന സ്വഭാവമുള്ള അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഒക്കെ വീണ്ടും അപ്ലോഡ് ചെയ്തതായൊക്കെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കണമെന്ന ആവശ്യമായിരിക്കും പോലീസ് കോടതിയിൽ ആവശ്യപ്പെടുക. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൽ പ്രധാനമായും പ്രായവും ആരോഗ്യവും കണക്കിലെടുക്കും. മാത്രമല്ല ഇതിനുശേഷം അദ്ദേഹം 11 ദിവസത്തിന് ശേഷമാണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത്. ആ സമയത്തൊന്നും അവിടെ നിന്ന് മാറി നിൽക്കുകയോ കേസുമായി സഹകരിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിലയിരുത്തി ചിലപ്പോൾ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും അദ്ദേഹത്തെ കോടതിയിലേക്ക് ഹാജരാക്കും. എന്തായാലും BJP TG മോഹൻദാസിന് പരസ്യമായ പിന്തുണ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിലുള്ള സൈബർ സിറ്റി ക്രൈം ഓഫീസിൽ BJP ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇന്നലെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് കൊച്ചിയിലുള്ള വീട്ടിലും BJP പ്രവർത്തകർ എത്തി അദ്ദേഹത്തിന് പിന്തുണ നൽകിയിരുന്നു. BJP പ്രധാനമായും പറയുന്നത് ഇപ്പോൾ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സർക്കാർ പിന്നോക്കം പോയിരിക്കുന്നു. TG മോഹൻദാസിനെ പരിശോധനയ്ക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ കോടതിയിലും അദ്ദേഹത്തെ ഹാജരാക്കും.